മക്കളെ നമുക്കിനി മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. അതായത് കപ്പാസിറ്റർ മെയ്ഡ് വിത്ത് ഷീറ്റ്സ്. കപ്പാസിറ്റർ മെയ്ഡ് വിത്ത് ഷീറ്റ്സ് അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കീമിനൊക്കെ അതേപോലെ ജെഇക്കൊക്കെ നമുക്ക് സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കപ്പാസിറ്റർ വിത്ത് ഷീറ്റ്സ്. ഞാൻ അതിലെ രണ്ട് എക്സാമ്പിൾ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചെയ്ത് തരാൻ പോകുന്നത്. അതായത് തിയറിയും ക്വസ്റ്റ്യൻസും സെയിം ആയിട്ടാണ് നിൽക്കണം മക്കളെ. അതായത് നമ്മൾ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അതിന്റെ തിയറി പറയാം. ഓക്കെ, നോക്കുക. ഇപ്പോ എന്റെ കയ്യില് കുറച്ച് പ്ലേറ്റുകളുണ്ട്. ഇപ്പോ 4 പ്ലേറ്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 4 പ്ലേറ്റുകൾ മക്കളെ, ഇതൊക്കെ പ്ലേറ്റുകളാണ്. അതില് ഓൾട്ടർനേറ്റീവ് പ്ലേറ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്നിടവിട്ടുള്ള പ്ലേറ്റുകൾ, ഓൾട്ടർനേറ്റീവ് പ്ലേറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പോയിന്റ് മക്കളെ എ ആണ്, ഈ പോയിന്റ് ബി ആണ്. അപ്പൊ 4 പ്ലേറ്റുകൾ ഉണ്ട്. 4 പ്ലേറ്റുകളിൽ ഒന്നിടവിട്ടുള്ള പ്ലേറ്റുകൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തിട്ട് ഒരു സെല്ലിലേക്ക് കണ്ടിരുന്നു മക്കളെ. എയും ബിയും നമ്മൾ രണ്ടറ്റം വഴി ഒരു സെല്ലിലേക്ക് കണ്ടിരുന്നു. ഞാനത് വരയ്ക്കുന്നില്ല. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കും. എക്ക് ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ഷീറ്റുകളുടെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ് മക്കളെ, അതായത് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിൽ എത്ര കപ്പാസിറ്ററുകൾ ഉണ്ടെന്നാണ്. എത്ര കപ്പാസിറ്ററുകൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കുമ്പോ മക്കളെ നമുക്കറിയാം, ഒരു കപ്പാസിറ്റർ ഉണ്ടാണെങ്കിൽ 2 പ്ലേറ്റ് വേണം. അപ്പോ ഇത് ഫസ്റ്റ് പ്ലേറ്റ് ആണ്, സെക്കൻഡ് പ്ലേറ്റ് ആണ്, തേർഡ് പ്ലേറ്റ് ആണ്, ഫോർത്ത് പ്ലേറ്റ് ആണ്. അപ്പൊ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും, ആദ്യത്തെയും രണ്ടാമത്തെയും പ്ലേറ്റുകൾക്കിടയിൽ നമ്മുടെ ആദ്യത്തെ കപ്പാസിറ്റർ ഉണ്ടാവും മക്കളെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്ററിനാണെങ്കിൽ 2 പ്ലേറ്റ് വേണം. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ പ്ലേറ്റുകൾക്കിടയിൽ ഫസ്റ്റ് കപ്പാസിറ്റർ, രണ്ടാമത്തെയും മൂന്നാമത്തെ പ്ലേറ്റുകൾക്കിടയിൽ രണ്ടാമത്തെ കപ്പാസിറ്റർ, മൂന്നാമത്തെ നാലാമത്തെ പ്ലേറ്റുകൾക്കിടയിൽ മൂന്നാമത്തെ കപ്പാസിറ്റർ. അപ്പൊ പറഞ്ഞു വരുമ്പോൾ 4 പ്ലേറ്റുകൾ ഉണ്ട്, പക്ഷെ 3 കപ്പാസിറ്ററുകളുണ്ട്. ഓക്കെ, അവര് 3 കപ്പാസിറ്റർ, 1, 2, 3. ഓക്കെ മക്കളെ, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത്, അതായത് നമ്മൾ കപ്പാസിറ്റർ എന്നെ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് മക്കളെ, ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടാവുക. ഡി ആണ്, അതായത് ഈക്വലി ഡിസ്റ്റൻസിലുള്ള പ്ലേറ്റുകളാണെന്നൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ വി എന്ന് എടുക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ വി എന്ന് എടുക്കുക. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുക മക്കളെ, വി ബി എന്ന് എടുക്കുക. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി എന്ന് എടുക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി എന്ന് എടുക്കുക. മക്കളെ, ഈ വി എ എന്ന് പറയുന്നത് ഇതാണ്, ഈ എ ആണ്. അപ്പൊ വി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ പ്ലേറ്റുകൾക്കും എന്ത് പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും മക്കളെ, വി എ തന്നെയായിരിക്കും. അപ്പൊ ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ വി ആയിരിക്കും. ശ്രദ്ധിക്കണേ. അതേപോലെ വി എ എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇവിടെയാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ. അവിടെ നിന്ന് ആരംഭിക്കുന്നതാ ഈ പ്ലേറ്റിന്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ, വി ആയിരിക്കും. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ എടുത്തു മക്കളെ, വി ബി എന്ന് എടുത്തു. ആ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോ ഷീറ്റുകളുടെയും പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും മക്കളെ, വി ബി ആയിരിക്കും. അപ്പോ വി എയും വി ബിയും നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. എങ്ങനെ അടയാളപ്പെടുത്തി വെച്ചേ, ഏത് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി എന്ന് എടുത്തു. ആ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഷീറ്റുകൾക്കൊക്കെ വി എ ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി എന്ന് നമ്മൾ എഴുതി വെച്ചു. ആ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഷീറ്റുകൾക്കൊക്കെ എന്താണ് മക്കളെ, വി ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കപ്പാസിറ്റർ മക്കളെ. ഫസ്റ്റ് കപ്പാസിറ്ററിൽ ഏതൊക്കെ പ്ലേറ്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്നത്, ഈ പ്ലേറ്റും തമ്മിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടായിരിക്കണേ അല്ലെ. ഈ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ എത്ര, വി ബി. ഈ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ എത്ര, വി എ അല്ലേ മക്കളെ. അപ്പോ ഒരു പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ വി ബി, മറ്റു പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ വി എ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ മക്കളെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ. രണ്ടാമത്തെ കപ്പാസിറ്റർ ഉണ്ടാക്കണേ ഏതൊക്കെ പൊട്ടൻഷ്യൽ വെച്ചാൽ മക്കളെ, രണ്ടാമത്തെ കപ്പാസിറ്റർ ഇത് അല്ലേ. രണ്ടാമത്തെ കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന പ്ലേറ്റ് ഏതൊക്കെയാ മക്കളെ, ഇതും ഇതുമാണ്. ശരിയാണല്ലോ, ഇതും പ്ലേറ്റ് വെച്ചിട്ടാണ് രണ്ടാമത്തെ കപ്പാസിറ്റർ ഉണ്ടാക്കണേ. അതിനും പൊട്ടൻഷ്യൽ എത്രയാ മക്കളെ, ഇത് വി എ, ഇതെന്താ വി ബി. അവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, വി ബി മൈനസ് വി എ. മൂന്നാമത്തെ കപ്പാസിറ്റർ ഇത് മക്കളെ, മൂന്നാമത്തെ കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന ഏത് പ്ലേറ്റ് വെച്ചിട്ടാ, ഈ പ്ലേറ്റ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ആണ്. ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, വി ബി മൈനസ് വി എ ആണല്ലോ. അപ്പൊ ഈ 3 കപ്പാസിറ്ററുകൾ അവിടെ ഉണ്ട്, 4 പ്ലേറ്റുകളുണ്ട്, 3 കപ്പാസിറ്റർ ഉണ്ട്. ഈ 3 കപ്പാസിറ്ററുകളുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ്
ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ. സോ all the three capacitors have same potential difference. എല്ലാ കപ്പാസിറ്ററുകളുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മക്കളെ സെയിം ആണ്. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് കണക്ഷൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഏത് കണക്ഷൻ ആണ്? സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ അത് പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ ഈ 3 കപ്പാസിറ്ററുകളും പാരലൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം മക്കളെ? C1 + C2 + C3 3 കപ്പാസിറ്ററുകളെയും പാരലൽ വരുമ്പോ ഇഫക്റ്റീവ് എങ്ങനെയാ പറയാ? എല്ലാം കൂടി ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കപ്പാസിറ്റർ എത്ര വരിക മക്കളെ? A∈0/d അല്ലെ? A∈0/d. A എന്ന് പറയുമ്പോൾ ഏരിയ, ഡി എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. A∈0/d. രണ്ടാമത്തെ കപ്പാസിറ്റർ എന്തിനാ വരിക? A∈0/d. മൂന്നാമത്തെ കപ്പാസിറ്റർ എന്താ വരിക? A∈0/d. കാരണം ഐഡന്റിക്കൽ ആയിട്ടുള്ള ഷീറ്റുകളാണ്, ഒരേ വലിപ്പമുള്ള ഷീറ്റുകളാണ്. അപ്പൊ ഒരേ ഏരിയ ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കണേ. അപ്പൊ A∈0/d, A∈0/d, A∈0/d. A∈0/d നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ് അല്ലെ? അപ്പൊ A∈0. അങ്ങനെ എത്ര കപ്പാസിറ്റർ മക്കളെ? 3 എണ്ണം. സോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 3A∈0/d. 3A∈0/d. അപ്പൊ ഇവന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റർ മക്കളെ 3A∈0/d. റൈറ്റ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, 4 പ്ലേറ്റുകൾ എടുത്തിരിക്കുന്നു. ആ 4 പ്ലേറ്റുകളെ ഓൾട്ടർനേറ്റീവ് പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഓൾട്ടർനേറ്റീവ് പ്ലേറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? കണ്ടിരിക്കുന്നത്. ഒന്നിടവിട്ടുള്ള പ്ലേറ്റുകൾ മക്കളെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കണ്ടിരിക്കുന്നു, രണ്ടാമത്തെയും നാലാമത്തെയും കണ്ടിരിക്കുന്നു. അപ്പൊ ഓൾട്ടർനേറ്റീവ് പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റർ മക്കളെ 3A∈0/d. 4 പ്ലേറ്റ് 3A∈0/d. വരെ തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നണം. 4 പ്ലേറ്റ് ഓൾട്ടർനേറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റർ 3A∈0/d. അതായത് 4ൽ നിന്ന് 1 കുറച്ചു. 3A∈0/d. 6 പ്ലേറ്റ് ഉണ്ടെങ്കിലോ? 6 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 5A∈0/d. 8 പ്ലേറ്റ് ഉണ്ടെങ്കിലോ? 7A∈0/d. N plates are there. ഞാനിവിടെ എഴുതി വെക്കാം. N plates are connected alternatively. N plates are connected alternatively. So effective capacitance is equal to N-1A∈0/d. N-1A∈0/d. അപ്പൊ N പ്ലേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അവന്റെ കപ്പാസിറ്റർ മക്കളെ N-1A∈0/d. ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, മക്കളെ നോക്കി മനസ്സിലാക്കണം. N പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ N-1. 4 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 3A∈0/d. 8 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 7, 10 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 9A∈0/d. ഓക്കെ, നോക്കാട്ടോ മക്കളെ. നമുക്ക് ഈ ടൈപ്പില് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. 4 പ്ലേറ്റുകളുണ്ട്, 4 ഷീറ്റുകൾ ഒരേ ഏരിയ ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കണേ. അതില് ആദ്യത്തെയും അവസാനത്തെയും ഷീറ്റ് ജോയിൻ ചെയ്തു, അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷീറ്റ് ജോയിൻ ചെയ്തു. ഇത് ബി, ഇത് മക്കളെ എ. ചോദ്യം സെയിം തന്നെയാണ്. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കപ്പാസിറ്ററുകൾക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടാവാം. ആരൊക്കെ തമ്മിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടാകും? ഈ പ്ലേറ്റ് തമ്മിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടാവാം. മക്കളെ ഈ പ്ലേറ്റും തമ്മിൽ രണ്ടാമത്തെ കപ്പാസിറ്റർ ഉണ്ടാവാം. ഈ പ്ലേറ്റും തമ്മിൽ മക്കളെ എന്തുണ്ടാകാം? മൂന്നാമത്തെ കപ്പാസിറ്റർ ഉണ്ടാവാം. അപ്പൊ 4 പ്ലേറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് 3 കപ്പാസിറ്ററുകൾ എന്തുണ്ട് മക്കളെ? സ്കോപ്പ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? അപ്പൊ 3 കപ്പാസിറ്ററുകൾക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ മക്കളെ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എ ആണെങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ പോയിന്റ് എ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ബി എന്ന് എടുക്കുക. ഇവിടുത്തെ പോയിന്റ് ബി ആണെങ്കിൽ നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ബി എന്ന് എടുക്കുക. ഓക്കെ. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായ കാരണം കൊണ്ട് ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ബി എന്ന് എഴുതാം. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് എഴുതാം മക്കളെ? ബി എ എന്ന് എഴുതാം. അപ്പൊ 2 പ്ലേറ്റുകൾ ബി എ. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു മക്കളെ? ബി ബി ആണ്. അപ്പൊ ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ ബി ബി എന്ന് എഴുതാം. ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എന്ത് എഴുതാം? ബി ബി എന്ന് എഴുതാം. കാരണം ഇവരെല്ലാവരും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ബി ബി എന്ന് എഴുതാം. ഓക്കെ മക്കളെ, യെസ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് കപ്പാസിറ്റർ ആർക്കിടയിൽ ഉണ്ടാക്കണേ? ഫസ്റ്റത്തെ പ്ലേറ്റിനും രണ്ടാമത്തെ പ്ലേറ്റിനും ഇടയിലാണ് ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടാക്കണേ.
അപ്പൊ ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ടാവുമ്പോ അവരുടെ പൊട്ടൻഷ്യൽ നോക്കിയ മക്കളെ ഒന്ന് ഒരു പ്ലേറ്റ് വി എയും ഒരു പ്ലേറ്റ് എന്താണ് വി ബി ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക? വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ ആണല്ലോ. അപ്പോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓക്കെ നമുക്ക് വി ബി മൈനസ് വി എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കപ്പാസിറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ കപ്പാസിറ്റർ ഒന്ന് വളരെയധികം ശ്രദ്ധയോടെ കൂടി ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. രണ്ടാമത്തെ കപ്പാസിറ്റർ ഉണ്ടാവുന്നത് ഈ പ്ലേറ്റും ഈ പ്ലേറ്റും തമ്മിലാണ് അല്ലെ, ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലാണ് രണ്ടാമത്തെ കപ്പാസിറ്റർ അങ്ങനെ ആണല്ലോ. ഈ രണ്ട് പ്ലേറ്റിന്റെയും പൊട്ടൻഷ്യൽ എത്ര മക്കളെ? ഒരാളുടെ വി ബിയും മറ്റാളുടെയും വി ബി ആണ്. മറ്റാളുടെ പൊട്ടൻഷ്യലും മക്കൾ എന്ത് തന്നെയാണ്? വി ബി ആണ്. എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് പ്ലേറ്റുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. രണ്ട് പ്ലേറ്റുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് ഇല്ല മക്കളെ. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കപ്പാസിറ്റൻസ് ആണോ? സി ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല മക്കളെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 കപ്പാസിറ്ററിനുള്ള സ്കോപ്പ് ഉണ്ട്, പക്ഷെ ഇവിടെ കപ്പാസിറ്റർ ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം ഈ രണ്ട് ഷീറ്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇനി നമ്മൾ മൂന്നാമത്തെ കപ്പാസിറ്റർ എടുക്കുമ്പോൾ അവിടെയും ഏതൊക്കെ ഷീറ്റ് തമ്മിലാണ് മക്കളെ? വി ബിയും വി എയും തമ്മിലാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. എന്താ? വി ബി മൈനസ് വി എ. അപ്പൊ ഫലത്തിൽ പറഞ്ഞു വരുമ്പോ രണ്ട് കപ്പാസിറ്ററുകളെ ഉള്ളൂ. ആ രണ്ട് കപ്പാസിറ്ററുകളെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബി മൈനസ് വി എയും വി ബി മൈനസ് വി ആണ്. എന്ന് പറയുമ്പോൾ ടു കപ്പാസിറ്റേഴ്സ് ആണ്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. രണ്ട് കപ്പാസിറ്റേഴ്സ് ആർ ദയർ. അവിടെ രണ്ട് കപ്പാസിറ്ററുകളോ ഓഫ് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് അവരെ ഏത് കണക്ഷൻ ആണെന്ന് നമ്മൾക്ക് അറിയാലോ. അവരെ ഏത് കണക്ഷനാ? അവര് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ വരുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് വരും മക്കളെ? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയുമ്പോൾ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ. അപ്പൊ C1 പ്ലസ് C2. അതിന് C1 എന്ന് പറയുന്നത് A എപ്സിലോൺ 0 ബൈ ഡി, C2 എന്ന് പറയുന്നത് A എപ്സിലോൺ 0 ബൈ ഡി. അപ്പോൾ എന്ത് വരും മക്കളെ? ഈ ഇക്വേഷൻ 2A എപ്സിലോൺ 0 ബൈ ഡി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു 2A എപ്സിലോൺ 0 ബൈ ഡി. ഇത് നമ്മുടെ മെറ്റീരിയൽ ഉള്ള ഒരു പ്രോബ്ലം ആണ്. കീമിന്റെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ ആണ്. ഒന്ന് നിങ്ങൾ നോക്കി അത് ചെയ്താൽ മതി. അപ്പോ ഷീറ്റുകൾ വരുമ്പോഴുള്ള രണ്ട് മെത്തേഡ്, രണ്ട് വ്യത്യസ്ത പ്രോബ്ലങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി ബാക്കി എന്ത് പറഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്യും. ട്രൈ ചെയ്ത് നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഏതെങ്കിലും ബുക്കിൽ കാണുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ്സിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിലോ കമന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? അത് ചെയ്തു തരാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കി പഠിക്കാം. റൈറ്റ്.